സർക്കാർ അഭിഭാഷകരുടെ അടിയന്തര യോഗം നാളെ കൊച്ചിയിൽ ചേരും. അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിനെതിരായ ഹൈക്കോടതി വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയാണ് യോഗം വിളിച്ചത്. ഉച്ചയ്ക്ക് ശേഷം ബോൾഗാട്ടി പാലസിൽ ചേരുന്ന യോഗത്തിൽ നിയമമന്ത്രി കൂടിയായ കെ മാണി, AG എന്നിവരും പങ്കെടുക്കും. ഒരാഴ്ചക്കിടെ 2 തവണയാണ് ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ AG ഓഫീസിനെ വിമർശിച്ചത്. ഇതിനെതിരെ കോൺഗ്രസ് നേതാക്കളും ചില മന്ത്രിമാർ തന്നെയും രംഗത്ത് വന്നിരുന്നു. സ്ഥിതിഗതികൾ വീണ്ടും വഷളാകുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി തന്നെ വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്നത്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് AGക്കെതിരെ നടത്തിയ പരാമർശങ്ങളിൽ ചീഫ് ജസ്റ്റിസ് ഇടപെടുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് നിയമവിദഗ്ധർ. ക്രിമിനൽ കേസുകളിൽ സഹജഡ്ജിമാരെ തിരുത്താൻ ചീഫ് ജസ്റ്റിസിന് അധികാരമില്ലെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വിധി പറഞ്ഞ ജഡ്ജിയെ തന്നെയോ സുപ്രീം കോടതിയെയോ സമീപിക്കുക എന്നത് മാത്രമാണ് ഇനി സർക്കാരിന് മുൻപിലുള്ള മാർഗം. ക്രിമിനൽ കേസുകളിൽ സഹജഡ്ജിമാർക്ക് മുകളിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഒരധികാരവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്രിമിനൽ കേസ് പരിഗണിക്കുമ്പോൾ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നടത്തിയ പരാമർശങ്ങൾ നീക്കാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കഴിയില്ല. ഹൈക്കോടതിയുടെ ഭരണാധികാരി എന്ന നിലയിലുള്ള അധിക ചുമതലകൾ മാത്രമേ ചീഫ് ജസ്റ്റിസിന് ഇക്കാര്യത്തിലുള്ളൂ എന്നും മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ രാംകുമാർ പറഞ്ഞു. ഈ അധികാരം സഹജഡ്ജിമാരുടെ മുകളിൽ വിനിയോഗിക്കാൻ ചീഫ് ജസ്റ്റിസിന് കഴിയില്ല. ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ജഡ്ജി എന്ന നിലയ്ക്ക് ജുഡീഷ്യൽ സൈഡിൽ പ്രത്യേക അധികാരങ്ങളൊന്നുമില്ല. എല്ലാ ജഡ്ജിമാരും തുല്യരാണ്. പക്ഷേ ചീഫ് ജസ്റ്റിസ് എന്ന നിലയ്ക്ക് ഹൈക്കോടതിയുടെ ഭരണാധികാരി എന്ന നിലയ്ക്കും സംസ്ഥാനത്തെ ജുഡീഷ്യറിയെ മുഴുവൻ നിയന്ത്രിക്കുന്ന പ്രധാന ജഡ്ജി എന്ന നിലയ്ക്കും ചില അധിക ചുമതലകളുണ്ട്. ആ ചുമതലകൾ സഹജഡ്ജിമാരുടെ പേരിൽ ഒരിക്കലും വിനിയോഗിക്കാൻ പാടില്ല. കാരണം അവർ തുല്യരാണ്. AGക്കെതിരായ സിംഗിൾ ബെഞ്ച് പരാമർശങ്ങൾ നീക്കാൻ 2 മാർഗമാണ് AGക്കും സർക്കാരിന് മുന്നിലുള്ളത്. ഒന്ന്, വിധി പറഞ്ഞ് ജഡ്ജിയെ തന്നെ സമീപിക്കുക. അങ്ങനെയെങ്കിൽ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ തന്നെ ഇതിനായി AGക്ക് സമീപിക്കേണ്ടി വരും. അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോവുക. അപ്പോൾ അവർക്ക് സുപ്രീം കോടതി പോകാനോ അല്ലെങ്കിൽ ആ ജഡ്ജിയെ തന്നെ സമീപിച്ച് പരാമർശങ്ങളിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ മാറ്റാനോ. പക്ഷേ ക്രിമിനൽ കേസിൽ വേറെയും ഒരു പ്രത്യേകത ഉണ്ട്. ക്രിമിനൽ വിധികൾ പുനഃപരിശോധന അവകാശമില്ല. ഈ സാഹചര്യത്തിൽ ചീഫ് ജസ്റ്റിസ് ഫയലുകൾ വിളിപ്പിച്ചു എന്നത് കേവലം പ്രചരണം മാത്രമാണ്. വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ജുഡീഷ്യൽ റിവ്യൂവിനല്ല, മറിച്ച് ഭരണപരമായ അന്വേഷണം മാത്രമാണെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആഭ്യന്തരമന്ത്രിക്കെതിരെ ലീഗും കേരള കോൺഗ്രസ് എമ്മും. അഴിമതി കേസിൽ പ്രതികളായ ചീഫ് എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്ത ആഭ്യന്തരമന്ത്രിയുടെ നടപടി വകുപ്പ് മന്ത്രിമാർ അറിയാതെയെന്ന് വിമർശനം. മന്ത്രിമാരായ VK ഇബ്രാഹിം കുഞ്ഞും PJ ജോസഫും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വകുപ്പിലെ 2 സുപ്രധാന ഉദ്യോഗസ്ഥരെ ആഭ്യന്തരമന്ത്രി സ്വന്തം നിലയിൽ സസ്പെൻഡ് ചെയ്തപ്പോൾ അത് തങ്ങളുമായി ആലോചിക്കാനുള്ള സാമാന്യ മര്യാദ കാണിച്ചില്ല എന്നാണ് ഘടകകക്ഷി മന്ത്രിമാരുടെ പ്രധാന പരാതി. മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിച്ചപ്പോൾ PJ ജോസഫ് ഫയൽ നോട്ടിലൂടെയാണ് തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. PWD ചീഫ് എഞ്ചിനീയർ സതീഷ്, ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ മഹാനുദേവൻ എന്നീ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്ന വിജിലൻസിൻ്റെ ശുപാർശ അംഗീകരിച്ചാണ് ആഭ്യന്തരമന്ത്രി നേരത്തെ ഇവരെ സസ്പെൻഡ് ചെയ്തത്. മലപ്പുറം ചമ്രവട്ടം പാലത്തിലേക്ക് വരുന്ന 3 റോഡുകളുടെ നിർമ്മാണത്തിൽ ക്രമക്കേട് വരുത്തി എന്ന് കാട്ടി നടന്ന വിജിലൻസ് അന്വേഷണത്തിലാണ് ചീഫ് എഞ്ചിനീയർമാർ ടെൻഡർ ഇല്ലാതെ മരാമത്ത് പണികൾ സംസ്ഥാന കൺസ്ട്രക്ഷൻ കോർപ്പറേഷനെ ഏൽപ്പിച്ചതെന്നും അതിൽ ക്രമക്കേടുണ്ടെന്നും വിജിലൻസ് കണ്ടെത്തിയത്. ചീഫ് എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി അവധാനത കാട്ടിയില്ലെന്ന് VK ഇബ്രാഹിം കുഞ്ഞ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ഒരു HODനെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശവുമായി വരുമ്പോൾ അതിന്റെ ചട്ടങ്ങളും നിയമങ്ങളും നടപടിക്രമങ്ങളും അതേപോലെ തന്നെ ഇതിന്റെ കീഴ്വഴക്കങ്ങളും ഒക്കെ പാലിക്കേണ്ടിയിരിക്കുന്നു. അത് പാലിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ PJ ജോസഫ് ഈ കാര്യത്തിൽ ആരോടും പരാതി പറഞ്ഞിട്ടില്ലെന്നായിരുന്നു കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജുവിന്റെ പ്രതികരണം. മുഖ്യമന്ത്രിക്ക് യാതൊരു വിധമായ പരാതി നൽകിയിട്ടില്ല, പരാതി പറഞ്ഞിട്ടില്ല ഈ വിഷയത്തിൽ. ഘടകകക്ഷി മന്ത്രിമാരും ആഭ്യന്തരമന്ത്രിയും തമ്മിലുള്ള മൂപ്പിളമ തർക്കത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ഫോർമുല എന്താവുമെന്നാണ് ഇനി അറിയേണ്ടത്. ജീവൻകുമാർ, തിരുവനന്തപുരം. ചീഫ് എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ ഉറച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ഇല്ലാത്തതിന് തെളിവാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അഴിമതി മൂടിവെക്കാനാണ് മന്ത്രിമാർ ആഭ്യന്തര വകുപ്പിനെ കുറ്റം പറയുന്നതെന്ന് VS അച്യുതാനന്ദനും പ്രതികരിച്ചു. അഴിമതി കേസിൽ പ്രതികളായ ചീഫ് എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്ത ആഭ്യന്തര വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് വകുപ്പ് മന്ത്രിമാർ രംഗത്തെത്തിയതോടെയാണ് രമേശ് ചെന്നിത്തല നിലപാട് വ്യക്തമാക്കിയത്. അഴിമതിക്കെതിരെ നടപടിയെടുക്കേണ്ടത് മന്ത്രി എന്ന നിലയിൽ തന്റെ ചുമതലയാണെന്നും ചട്ടവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അഴിമതിക്കെതിരെ ശക്തമായി പ്രതികരിക്കുക എന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റുന്നു. അത് നാളെയും എന്റെ നിലപാട് തന്നെയായിരിക്കും.
അതിനകത്തൊന്നും യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടതിന്റെ തെളിവാണിതെന്നും ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിശ്വാസമില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. UDF സർക്കാരിൻ്റെ മന്ത്രിമാർ തമ്മിൽ ഒരു കൂട്ടുത്തരവാദിത്വമില്ല എന്നതിൻ്റെ തെളിവാണിത്. സാധാരണഗതിയിൽ നോക്കിയാൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് അധികാരമുണ്ട്. വിജിലൻസ് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഇതിന് അധികാരമുണ്ടെങ്കിലും ആ അധികാരം പ്രയോഗിക്കുമ്പോൾ മറ്റ് വകുപ്പിലുള്ള മന്ത്രിയോടും കൂടി ആലോചിച്ചുകൊണ്ടാണ് ചെയ്യാറ്. അത് മുഖ്യമന്ത്രിക്ക് വിടുകയാണ് ചെയ്യുക. അതിന് പകരം അങ്ങനെ ചെയ്യാതെ ആഭ്യന്തരമന്ത്രി ചെയ്തിട്ടുണ്ടാകുക ബന്ധപ്പെട്ട മന്ത്രിമാരിൽ അവിശ്വാസമുള്ളതുകൊണ്ടാണ്. അഴിമതി മൂടിവെക്കാനാണ് മന്ത്രിമാർ ആഭ്യന്തര വകുപ്പിനെ വിമർശിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. യാക്കൂബ് മേമനെ തൂക്കിക്കൊന്നതിൽ പ്രതിഷേധിച്ച് സുപ്രീം കോടതി ഡെപ്യൂട്ടി രജിസ്ട്രാർ രാജിവെച്ചു. മലയാളിയായ പ്രൊഫസർ അനൂപ് സുരേന്ദ്രനാഥാണ് രാജിവെച്ചത്. കോടതിയിലെ കറുത്ത മണിക്കൂറുകളാണ് കടന്നുപോയതെന്ന് അനൂപ് സുരേന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു. അതേസമയം മുംബൈ സ്ഫോടന കേസിലും മുംബൈ കലാപക്കേസിലും ഭരണകൂടം വിവേചനം കാണിക്കുന്നുവെന്ന് മുംബൈ കലാപക്കേസ് അന്വേഷിച്ച ജസ്റ്റിസ് BN ശ്രീകൃഷ്ണ ആരോപിച്ചു. മുംബൈ സ്ഫോടനക്കേസിലെ പ്രതി യാക്കൂബ് മേമനെ തൂക്കിലേറ്റിയതിനെതിരെ ഇതാദ്യമായാണ് സുപ്രീം കോടതിയിൽ നിന്നും ഒരു പ്രതിഷേധമുയരുന്നത്. സുപ്രീം കോടതിയിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ സ്ഥാനം വഹിക്കുന്ന മലയാളി അനൂപ് സുരേന്ദ്രനാഥ് പ്രതിഷേധ സൂചകമായി രാജിവെച്ചു. 29-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്കും പിറ്റേന്ന് പുലർച്ചെ 5 മണിക്കും മേമന്റെ ഹർജികൾ തള്ളിയ സുപ്രീം കോടതി ഉത്തരവിനെ ജുഡീഷ്യറിയുടെ പിൻവാങ്ങലായി സുരേന്ദ്രനാഥ് ഫേസ്ബുക്ക് പേജിൽ കുറ്റപ്പെടുത്തുന്നു. കറുത്ത മണിക്കൂറിലൂടെയാണ് സുപ്രീം കോടതി കടന്നുപോയതെന്നും അനൂപ് സുരേന്ദ്രനാഥ് പറയുന്നു. ദേശീയ നിയമ സർവകലാശാല അധ്യാപകനായിരുന്ന സുരേന്ദ്രനാഥ് ഇക്കഴിഞ്ഞ മെയ് മാസം ഡെപ്യൂട്ടേഷനിലാണ് സുപ്രീം കോടതിയിൽ നിയമിതനായത്. അതേസമയം മുംബൈ സ്ഫോടനത്തിന് കാരണമായ മുംബൈ കലാപക്കേസിലെ പ്രതികളെ ശിക്ഷിക്കാതെ സർക്കാർ വിവേചനം കാണിക്കുകയാണെന്ന കുറ്റപ്പെടുത്തലുമായി മുൻ ജസ്റ്റിസ് ശ്രീകൃഷ്ണ രംഗത്തെത്തി. ഇരു സംഭവങ്ങളെയും കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു ശ്രീകൃഷ്ണ. കലാപക്കേസിൽ ഒരു പ്രതി പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നും ജസ്റ്റിസ് ശ്രീകൃഷ്ണ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജഡ്ജിമാർ ലക്ഷ്മണരേഖ കടക്കരുതെന്ന് സുപ്രീം കോടതി ജസ്റ്റിസ് കുര്യൻ ജോസഫ്. ബ്രേക്കിംഗ് ന്യൂസ് ആകരുത് ജഡ്ജിമാരുടെ ലക്ഷ്യമെന്നും കുര്യൻ ജോസഫ് പറഞ്ഞു. മാധ്യമ വിചാരണ ജഡ്ജിമാരെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്നുവെന്നും ജസ്റ്റിസ് കുര്യൻ ജോസഫ് കോഴിക്കോട്ട് വ്യക്തമാക്കി. Sometimes we forget to think that our duty is confined to law only. We go beyond this Lakshman Rekha and take up the role of an administrator. It is not proper. Please stop the immediate trial. You are doing a disservice to the constitutional institution. The way you build up pressure, a social pressure on the institutional judiciary, and that the pressure going to the psyche of the judge, you don't know. To me, I would say that a trial by media on a pending case is nothing but contempt of court. Don't commit that contempt of court. You may do anything after the judgment is pronounced. You may do anything after that area and not before that. Any issue coming in, anytime you open a channel, you can find 3, 4 or 5 lawyers or such people coming in and then this way, that way, criticizing, tiring, and no problem. You have a right to do it. You have a liberty to do it, but only at the appropriate time. വിഴിഞ്ഞം പദ്ധതിക്കെതിരെ ലത്തീൻ കത്തോലിക്ക സഭ. തീരദേശ ജനതയെ വെല്ലുവിളിച്ച് പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് ലത്തീൻ കത്തോലിക്ക സഭ. പുനരധിവാസ പാക്കേജ് നടപ്പാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്നത്തെ രീതിയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ എന്ത് വില കൊടുത്തും വിഴിഞ്ഞം പദ്ധതി തടയുമെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ സുസപാക്യം വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. നാളെ പള്ളികളിൽ വായിക്കാൻ പോകുന്ന ഇടയലേഖനത്തിലാണ് ഡോക്ടർ സൂസപാക്യത്തിൻ്റെ ആഹ്വാനമുള്ളത്. വിഴിഞ്ഞം പദ്ധതി മൂലം തൊഴിലും പാർപ്പിടവും നഷ്ടമാകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് ബിഷപ്പ് ഈ ആഹ്വാനം നൽകിയിരിക്കുന്നത്. പൊതുസമൂഹത്തിന് ഗുണം ചെയ്യുമെന്ന് കരുതിയാണ് ഇതുവരെ പ്രതിഷേധത്തിന് മുതിരാതിരുന്നത്. എന്നാൽ അത് സഭയുടെ ദൗർബല്യമായി കാണരുതെന്ന് വികാരി ജനറൽ യൂജിൻ പെരേര പീപ്പിൾ TVയോട് പറഞ്ഞു. ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രിമാരുൾപ്പെടെ പറഞ്ഞു, മത്സ്യത്തൊഴിലാളികളെ അവഗണിച്ചുകൊണ്ട് എത്ര സ്വപ്ന പദ്ധതിയാണെങ്കിലും അത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം കടലിലാണ് ഇതിൻ്റെ നടപടികളൊക്കെ നടക്കേണ്ടത്. ആ കടലിൽ നടക്കേണ്ട നടപടികളിൽ മത്സ്യത്തൊഴിലാളികളുടെ സഹകരണം കൂടാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല.
നിലവിലുള്ള തീരപരിപാലന നിയമവും പരിസ്ഥിതി സംരക്ഷണ നിയമവും ലംഘിച്ചുകൊണ്ട് നടത്തുന്ന പദ്ധതിക്കായി വസ്തുതകൾ പലതും പൊതുജനങ്ങളിൽ നിന്നും മറച്ചുവെച്ചെന്നും സഭ ആരോപിക്കുന്നു. പദ്ധതിയുടെ കരാർ ഒപ്പുവെക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലത്തീൻ സഭ ഉയർത്തുന്ന വെല്ലുവിളി സർക്കാരിന് അപ്രതീക്ഷിത ആഘാതമായി മാറി. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. സെല്യൂട്ട് വിവാദത്തിൽ ഋഷിരാജ് സിംഗിനെതിരെ നടപടി വേണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇക്കാര്യം മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഋഷിരാജ് സിംഗിന് തന്നെ നേരിൽ കണ്ട വിശദീകരണം നൽകിയിട്ടുണ്ട്. അതോടെ വിവാദം അവസാനിച്ചെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കാലിക്കറ്റ് സർവകലാശാല വിസിയായി സംഘപരിവാർ അനുകൂലിയെ കൊണ്ടുവരാൻ അണിയറയിൽ നീക്കം ആരംഭിച്ചു. വൈസ് ചാൻസലറെ നിശ്ചയിക്കാനുള്ള കമ്മിറ്റിയിൽ നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായ ഭാര്യയെ ഉൾപ്പെടുത്തി. വിസിയെ നിശ്ചയിക്കുന്നതിൽ ഗവർണർ പി സദാശിവത്തിന്റെ നിലപാട് നിർണായകമാകും. കാലിക്കറ്റ് വിസി ഡോക്ടർ അബ്ദുൾ സലാമിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് BJP നീക്കം ശക്തമാക്കിയത്. വിസിയെ തെരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധിയായി ഗുജറാത്ത് സർവകലാശാല വൈസ് ചാൻസലറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുയായിയുമായ ഭാര്യയാണുള്ളത്. ചീഫ് സെക്രട്ടറി ജിജി തോംസൺ, കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് പ്രതിനിധി പ്രൊഫസർ സയ്യിദ് ആബിദ് ഹുസൈൻ എന്നിവരാണ് മറ്റു രണ്ടുപേർ. UGCയുടെ പ്രതിനിധിയായി ഭാര്യ എത്തുന്നതുകൊണ്ട് തന്നെ വിസിയാകാനുള്ള പരിഗണനാ പട്ടികയിൽ BJPക്കാരൻ കടന്നുകൂടുമെന്ന് ഉറപ്പ്. BJP നോമിനിയെ നിയമിക്കാൻ ഗവർണർക്ക് മേൽ പാർട്ടിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും സമ്മർദ്ദവുമുണ്ട്. 3 മാസത്തിനുള്ളിൽ സെർച്ച് കമ്മിറ്റി യോഗം ചേർന്ന് വിസി സ്ഥാനത്തേക്കുള്ള പേരുകൾ നൽകണമെന്നാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ നിർദ്ദേശം. കാലിക്കറ്റ് മുൻ വിസിയും ലീഗ് നോമിനിയുമായിരുന്ന ഇക്ബാൽ ഹുസൈനെ UGC പ്രതിനിധിയായി സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന് ലീഗും സംസ്ഥാന സർക്കാരും ആവശ്യപ്പെട്ടിരുന്നു. ഈ നിർദ്ദേശം തള്ളിയാണ് മോദി അനുയായിയെ UGC പ്രതിനിധിയാക്കിയത്. 3 പേരുടെ പട്ടിക ഗവർണർക്ക് നൽകിയാൽ ആരെ തെരഞ്ഞെടുക്കണമെന്ന് അദ്ദേഹത്തിന് നിശ്ചയിക്കാം. മുൻകാലങ്ങളിൽ പലപ്പോഴും സമവായത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിസിയെ നിശ്ചയിച്ചിരുന്നത്. 3-അംഗ പാനലിൽ ഭാര്യയുടെ പിന്തുണയോടെ എത്തുന്ന ആൾ വിസിയാകുമെന്നാണ് വിലയിരുത്തൽ. നേരത്തെ കുസാറ്റിലും ആരോഗ്യ സർവകലാശാലയിലും വിസിമാരെ ഗവർണർ തന്നെ കണ്ടെത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിതരണം ചെയ്ത 35 ഡിഗ്രി സർട്ടിഫിക്കറ്റുകളിൽ കൂടി കോഴ്സ് മാറി പ്രിന്റ് ചെയ്തതായി സീഡിറ്റ് കണ്ടെത്തി. കോഴ്സ് മാറി എന്ന ആക്ഷേപത്തെ തുടർന്നാണ് പാളിച്ച പരിശോധിക്കാൻ വിസി സീഡിറ്റിനെ ചുമതലപ്പെടുത്തിയത്. സർട്ടിഫിക്കറ്റുകൾ തിരികെ വാങ്ങി പരിശോധിക്കാൻ വിസിക്ക് സീഡിറ്റ് നിർദ്ദേശവും നൽകി. കാലിക്കറ്റ് സർവകലാശാല വിതരണം ചെയ്ത ഡിഗ്രി സർട്ടിഫിക്കറ്റുകളിൽ കോഴ്സ് മാറി രേഖപ്പെടുത്തിയത് തുടർക്കഥയായതോടെയാണ് പാളിച്ച പരിശോധിക്കാൻ വിസി സീഡിറ്റിനെ ചുമതലപ്പെടുത്തിയത്. സീഡിറ്റ് നടത്തിയ പരിശോധനയിൽ നിന്നും വിതരണം ചെയ്ത 35 സർട്ടിഫിക്കറ്റുകളിൽ കൂടി കോഴ്സ് മാറി രേഖപ്പെടുത്തിയതായി കണ്ടെത്തി. സർട്ടിഫിക്കറ്റിന്റെ പ്രിന്റിംഗ് വേളയിലാണ് തെറ്റു സംഭവിച്ചതെന്നും സീഡിറ്റ് നടത്തിയ പരിശോധനയിൽ വ്യക്തമായി. നിലവിൽ വിസിയുടെ ഓഫീസിൽ നിന്നാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ പ്രിന്റ് ചെയ്യുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന വിസിയുടെ പുതിയ സർട്ടിഫിക്കറ്റ് വിതരണ രീതിയാണിത്. നേരത്തെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട ബ്രാഞ്ചുകളിലെ വിവിധ സെക്ഷനുകളിൽ തയ്യാറാക്കി ഹോളോഗ്രാം സെക്ഷനിൽ നൽകും. ഇവിടെ നിന്നും പ്രിന്റ് എടുത്ത സർട്ടിഫിക്കറ്റ് സെക്ഷനിൽ പരിശോധിച്ച് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറും അസിസ്റ്റന്റ് രജിസ്ട്രാറും സർട്ടിഫിക്കറ്റിന്റെ പിന്നിൽ ഒപ്പിട്ടാണ് വിസിക്ക് ഒപ്പിടാൻ നൽകുക. പിന്നീടാണ് ഡെസ്പാച്ച് സെക്ഷൻ തപാലിൽ അയക്കുന്നത്. എന്നാൽ വൈസ് ചാൻസലർ ഡിജിറ്റൽ സിഗ്നേച്ചർ സമ്പ്രദായം നടപ്പിലാക്കിയതോടെ ഈ രീതി അട്ടിമറിക്കപ്പെടുകയായിരുന്നു. ഇതോടെ സോഫ്റ്റ്വെയർ പിശക് മൂലമാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റുകളിൽ തെറ്റു കടന്നുകൂടിയതെന്ന വിസിയുടെ വാദം പൊളിയുകയാണ്. വിതരണം ചെയ്ത സർട്ടിഫിക്കറ്റുകൾ തിരികെ വാങ്ങി പരിശോധന നടത്താനും സീഡിറ്റ് വിസിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മഹാലക്ഷ്മി സിൽക്സ് കോട്ടയം ഷോറൂം 2ാം വർഷത്തിലേക്ക്. വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം പ്രമുഖ സിനിമാ സീരിയൽ താരങ്ങൾ നിർവഹിച്ചു. മഹാലക്ഷ്മി സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ വിനോദ് കുമാർ TK ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. ഇന്ത്യയിലെ പാരമ്പര്യ പൈതൃക ഡിസൈനുകൾക്കൊപ്പം നെയ്ത്ത് ശൈലിയുടെ വർണ്ണവിസ്മയമാണ് കോട്ടയം ഷോറൂമിൽ ഉള്ളത്. ശതമുഖി, ശിരുമുഖി തുടങ്ങി 100-ലധികം നെയ്ത്ത് ഗ്രാമങ്ങളിൽ നൂതന നെയ്ത്ത് ശൈലിയിലും ഡിസൈനിലും നെയ്തെടുത്ത രാശിപ്പട്ടുകളുടെ ശേഖരമാണ് 2ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് MD വിനോദ് കുമാർ TK പറഞ്ഞു. ത്രിരാഷ്ട്ര പരമ്പരയ്ക്കുള്ള ഇന്ത്യ A ടീമിൽ സഞ്ജു സാംസനെ ഉൾപ്പെടുത്തി. ചെന്നൈയിൽ ചേർന്ന സെലക്ഷൻ കമ്മിറ്റി യോഗമാണ് സഞ്ജുവിനെ തിരഞ്ഞെടുത്തത്. ഇന്ത്യയ്ക്കു പുറമെ ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ A ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ഓഗസ്റ്റ് 7-നാണ് ടൂർണമെന്റ് ആരംഭിക്കുന്നത്. ഉന്മുഖ് ചന്ദാണ് പരമ്പരയിൽ ഇന്ത്യയെ നയിക്കുക. എന്നാൽ വയനാട്ടിൽ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയിട്ടില്ല.